പല കുട്ടികളും എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടി കറണ്ട് അഫെയർ പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പഠിച്ചു തീർക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നിങ്ങൾ എഴുതുന്ന എക്സാമിൻ്റെ കറണ്ട് അഫെയർ ആദ്യം തിരിച്ചറിയണം. SSC എക്സാം ആണ് എഴുതുന്നതെങ്കിൽ അതിന് പുറകോട്ടുള്ള എന്നാണോ എക്സാം എഴുതുന്നത് അതിന് പുറകോട്ടുള്ള ഒരു വർഷത്തെ കറണ്ട് അഫെയർ അറിയണം. RRB എക്സാം ആണെങ്കിൽ അതിന് പുറകോട്ടുള്ള 6 മാസത്തെ കറണ്ട് അഫെയറിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരിക. ഇനി ബാങ്ക് എക്സാം ആണെങ്കിൽ ബാങ്ക് എക്സാമിന് പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്. മെയിൻസ് എക്സാം എത്തുമ്പോൾ അതിന് പുറകോട്ടുള്ള 6 മാസത്തെ കറണ്ട് അഫെയർ ആണ് ഇമ്പോർട്ടൻറ്റ്. ഇനി ഈ കറണ്ട് അഫെയറിൽ പല പല സെക്ഷനുകളുണ്ട്. നാഷണൽ ന്യൂസ്, ഇന്റർനാഷണൽ ന്യൂസ്, ബുക്ക് ആൻഡ് ഓതർ, ഗവൺമെന്റ് സ്കീംസ്, അപ്പോയിൻമെന്റ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പുറകോട്ടുള്ള കറണ്ട് അഫെയറിൽ 6 മാസത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തെ കറണ്ട് അഫെയറിലോ ഏറ്റവും സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ഏരിയകളുണ്ടാവും. ഫോർ എക്സാമ്പിൾ സ്പോർട്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ഇപ്പം നിലവിൽ ചോദിക്കുന്നുണ്ട്. അത് കണക്ക് ഗവൺമെന്റ് സ്കീംസിൽ നിന്ന് ചോദിക്കുന്നുണ്ട്, അത് കണക്ക് അപ്പോയിൻമെന്റിൽ ചോദിക്കുന്നുണ്ട്, ബുക്സ് ആൻഡ് ഓതറിൽ ചോദിക്കുന്നുണ്ട്. ഇത് സെലക്ട് ചെയ്ത് കാണാതെ പഠിക്കണം. പക്ഷേ ഇത് പഠിക്കാനുള്ള ഈസിനെസ് എന്താണെന്ന് വെച്ചാൽ ഡെയിലി കറണ്ട് അഫെയർ പഠിക്കാം. ഒരു ദിവസം നിങ്ങൾ കറണ്ട് അഫെയർ ഡെയിലി വീതം പഠിച്ചു പോകുന്ന ഒരാളാണെങ്കിൽ ഡെയിലി ഒരു 20-24 പീസ് ഓഫ് ഇൻഫർമേഷൻ പഠിച്ചാൽ മതി. ഇങ്ങനെ ആഴ്ചയിൽ 5 ദിവസം പഠിച്ച് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആ പഠിച്ച് അത്രയും റിവൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് മന്ത്ലി കറണ്ട് അഫെയർ മാഗസിൻ എടുത്തിട്ട് അതിലെ ബുക്ക് ആൻഡ് ഓതർ മാത്രം പുറകോട്ടുള്ള 6 മാസം റിവൈസ് ചെയ്യാം, പുറകോട്ടുള്ള 6 മാസത്തെ ഗവൺമെന്റ് സ്കീം മാത്രം റിവൈസ് ചെയ്യാം, പുറകോട്ട് 6 മാസമുള്ള അപ്പോയിൻമെന്റ് മാത്രം റിവൈസ് ചെയ്യാം. നല്ല മാർക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. ഇതാണ് സ്ട്രാറ്റജി. ഡെയിലി പഠിക്കുകയാണെങ്കിൽ മന്ത്ലി മാഗസിൻ വെച്ച് ലാസ്റ്റ് റിവൈസ് ചെയ്താൽ മതി.